ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ടുള്ളൊരു നല്ല ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. നമ്മൾ ഒരു കെട്ട് സ്പ്രിംഗ് ഓണിയൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഗ്രീൻ ഭാഗവും വെള്ള ഭാഗവും സെപ്പറേറ്റായി ചെറുതായി കട്ട് ചെയ്തതാണിത്. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഒരു വലിയ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഈ ഉഴുന്നുപരിപ്പ് മൂത്ത് കഴിയുമ്പോൾ ഒരു 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി മൂത്തതിന് ശേഷം ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു ഉള്ളി സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വെളുത്ത പാർട്സ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് 2 മണിക്കൂർ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തത്. ഇനി ഇതൊന്ന് ഇതിൽ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുപയർ പരിപ്പ് വേവാനുള്ള കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും ചെറുപയർ പരിപ്പ് നന്നായി വെന്ത് കിട്ടും. നന്നായി വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് തരിത്തരിപ്പായി നമ്മൾക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം. ആ രീതിയിൽ വെന്താൽ മതി. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഭാഗം ചെറുതായി കട്ട് ചെയ്തതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ വെന്തൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് അല്പനേരം ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്പ്രിംഗ് ഓണിയൻ ചെറുപയർ പരിപ്പ് കറി നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിക്കും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.